ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർബഉം മിൻ അത്യബിൽ കലാ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംസാരിക്കുന്ന ഏറ്റവും സുഗന്ധമുള്ള വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുഗന്ധമുള്ള 4 വാക്കുകളാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും സുഗന്ധമുള്ളത് 4 വാക്കുകളാണ്. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുകയാണ്, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലിക്കും, നിങ്ങളുടെ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമലിനെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഇബാദത്തുകളിൽ, നിങ്ങളുടെ അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതിനെ നിങ്ങൾക്കറിയുമോ? നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരട്ടെയോ, വിശദീകരിച്ച് തരട്ടെയോ എന്നാണ് ചോദ്യം. വഅസ്കാഹ ഇൻദ മലീക്കിക്കും, അള്ളാഹുവിൻ്റെ അടുത്ത്, നിങ്ങളുടെ യജമാനനായ റബ്ബിൻ്റെ അടുത്ത് ഏറ്റവും സംശുദ്ധമായ, പരിശുദ്ധമായ, നിങ്ങളെ പരിശുദ്ധന്മാരാക്കി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത് എന്നും മുഹദ്ദിസീങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു അമൽ ഏതാണ് എന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? വമാദാക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് എന്താണ് ഹബീബേ എന്ന് സഹാബത്ത് ചോദിക്കാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും ഉസ്താദുമാർക്കും ഒക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. ഹദീസിൽ അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ അടുത്ത് പരിശുദ്ധന്മാരായി ചെല്ലാൻ കഴിയുന്ന ഒരു അമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വഹാബത്തിന് അള്ളാഹിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് മറുപടിയാണോ കൊടുത്തത് അത് തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്കൊക്കെ ആർത്തിയും ആഗ്രഹവും ഉണ്ടാവും. ആ വിഷയത്തെ നമ്മൾ ആരും പിന്നിലല്ല. പക്ഷെ വളരെ ചെറിയ ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടിയായി പറയുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ദിക്റുല്ലാഹി ദായിമ, എപ്പോഴും അള്ളാഹുവിനെ ദിക്റ് ചൊല്ലുക എന്നതാണ്. എപ്പോഴും ദിക്റ് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു തസ്ബീഹ് മാല കയ്യിൽ വെച്ച് വാഹനത്തിലും യാത്രയിലും ജീവിതത്തിലും അങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കുന്നവരെ എപ്പോഴും ദായിമ ദിക്റെന്നൊന്നും പറയാനൊന്നും കഴിയില്ല. അതതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. വുളൂയോടുകൂടി ഉറങ്ങിയാൽ ഉണരും വരെ അവനുള്ള റൂഹ് സുജൂദിലാണേ ലോകരെ എന്ന് പറഞ്ഞാൽ, ആ മനുഷ്യൻ ഉണരുന്നത് വരെയും ദിക്റ് ചൊല്ലിയതിൻ്റെ, ഇബാദത്ത് ചെയ്തതിൻ്റെ കൂലിയാണ് ആ മനുഷ്യന് കൊടുക്കുക. ദിക്റ് ചൊല്ലിക്കൊണ്ട് കിടക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് അത്ഭുതങ്ങൾ അതിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം. കൃത്യമായി നിസ്കാരം നിലനിർത്താൻ അള്ളാഹു നമ്മളോട് പറഞ്ഞതെന്തിനാ? ഖുർആൻ പറയുന്നു, അഖിമിസ്വലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തുക എന്നാണ്. ഹജ്ജിന് പോയാൽ നാവിന് വിശ്രമമില്ലാതെ ദിക്റ് ചൊല്ലണം. ചുരുക്കി പറഞ്ഞാൽ, റമദാനിൽ നോമ്പ് നോറ്റ് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് കാരക്ക കയ്യിലെടുത്ത് വെച്ച് ആ ദിക്റ് പറഞ്ഞുകൊണ്ട് മുറിക്കുന്നതിനും ദിക്റ് പറയാതെ മുറിക്കുന്നതിനും രണ്ടും 2 ക്വാളിറ്റിയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നേരം പുലർന്നത് മുതൽ രാത്രിയാഗോളവും അദ്കാറിലൂടെ സമ്മിശ്രമായ അവൻ്റെ ജീവിതത്തെ അള്ളാഹു, അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, വിശ്രമിക്കുമ്പോൾ, അവനൊരു സ്റ്റേജിൽ കയറുമ്പോൾ, അവനൊന്ന് ഉറങ്ങുമ്പോൾ, അവൻ വാഹനത്തിൽ കയറുമ്പോൾ, ചെരുപ്പ് ധരിക്കുമ്പോൾ, ചെരുപ്പ് അഴിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, വസ്ത്രം അഴിക്കുമ്പോൾ, നഖം മുറിക്കുമ്പോൾ, ദാടി വെട്ടുമ്പോൾ, അങ്ങനെ 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 വളരെ മനോഹരമായി ദിക്റുമായി കണക്ട് ചെയ്തൊരു ജീവിതം അള്ളാഹു ഒരു വിശ്വാസിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ദിക്റുല്ലാഹി ദായിമ എന്ന് പറഞ്ഞാൽ എന്തായി? ഒരു യഥാർത്ഥ ഒരു മുഅ്മിനായ മനുഷ്യന് തസ്ബീഹ് മാല കയ്യിൽ വെച്ച് എപ്പോഴും ഇങ്ങനെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനല്ല, ഓട്ടോമാറ്റിക്കലി അവൻ്റെ ജീവിതം ദിക്റുല്ലാഹി ദായിമയായി. പക്ഷേ അത് ആക്കിയെടുക്കാൻ ഇച്ചിരി പ്രയാസമാണ്. ഒരു നേതൃത്വം, ഒരു നിയന്ത്രണം. ഇപ്പോൾ ഞാൻ 6 വർഷം സംഭ്രമ മുസ്ലിം ജമാഅത്ത് ദറസിൽ പഠിച്ചു. ഇന്ന് ചില ഉമ്മമാരൊക്കെ പറയുന്നത്, നമുക്ക് മദ്രസയൊന്നും സിലബസൊന്നും വേണ്ട, ഗൾഫിൽ നിന്ന് എൻ്റെ ഭർത്താവ് കൊണ്ടുവന്ന അടിപൊളി അറബി കിതാബുണ്ട്, എൻ്റെ മോനത് പഠിച്ചാൽ തന്നെ ഇവിടുത്തെ അലിഫ് പോലെയല്ല, ഗൾഫിൻ്റെ അലിഫ് നീളമുള്ള അലിഫാന്നൊക്കെ പറഞ്ഞ് ഈ പുസ്തകം വെച്ച് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഇരുന്ന ഉമ്മമാർ പാതി വഴിയിൽ മക്കൾ പഠനം ഉപേക്ഷിച്ചു പോയി. എന്തുകൊണ്ടാണ്? അവർക്കൊരു പൊരുത്തമുള്ള നേതൃത്വമില്ലാത്തത് കൊണ്ടാണ്. ഞാൻ 6 വർഷക്കാലം 6 ഉസ്താദുമാരെ കണ്ടെത്തി പഠിച്ച് പല സ്ഥലത്തു നിന്നും പലതും പഠിച്ച് നേടിയെടുത്താൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല എനിക്കിങ്ങനെ എഴുന്നേറ്റ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവിടെ പിന്നെ ഉസ്താദിൻ്റെ ചില പിടിച്ചു നിർത്താനുള്ള ചില ഗുഡൻസുകളൊക്കെ ഉണ്ടായിരുന്നു, അതിപ്പോൾ പറയുന്നില്ല, അത് വേറെ, അത് ഉസ്താദിൻ്റെ മാത്രമുള്ള ഹിക്മത്തുകളാണ്. ഉസ്താദെന്ന് പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു.
ഒരുപാട് ഉസ്താദുമാരായ ഹജ്ജിന് പോകണമെങ്കിൽ എല്ലാ സ്ഥലത്തും വണ്ടി പിടിച്ച് പോയി പൊരുത്തം ചോദിക്കണം, പെണ്ണ് കെട്ടിയാൽ ഓടി നടന്ന് കല്യാണം വിളിക്കണം. ഇതാകുമ്പോൾ എൻ്റെ അടുത്ത് മാത്രം വന്നാൽ മതി, അതുകൊണ്ട് ഒരാളെ കൊണ്ട് പൊരുത്തപ്പെടണം നല്ലതെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ പൊരുത്തപ്പെട്ടു. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഏതൊരു പൊരുത്തമുള്ള വഴിയുണ്ടോ ആ വഴിയുടെ വലിപ്പമനുസരിച്ചായിരിക്കും ആ മനുഷ്യന് കിട്ടുന്ന ക്വാളിറ്റി. അപ്പം നിങ്ങളുടെ ജീവിതത്തെ കറക്റ്റാക്കാൻ വേണ്ടി, നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ വേണ്ടി, നിങ്ങളുടെ ജീവിതത്തെ ഭംഗിയാക്കാൻ വേണ്ടി ഒരു പൊരുത്തമുള്ള വഴിയിലൂടെ ഒരു ദായിമൻ ദിക്റിന്റെ ആളായി നിങ്ങൾ മാറുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും വലിയ ബാധ്യതയാണ്. ഖുർആൻ പറയുന്നു, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. എത്ര ഭംഗിയാണ്. അതായത് ഈ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ മഹത്തായ വഴിയെക്കുറിച്ച് ചർച്ച ചെയ്താൽ, കുറച്ചൊക്കെ കിതാബൊക്കെ പഠിച്ച് ഹദീസൊക്കെ കുറിച്ച് മനസ്സിലായ കുറേ ആളുകൾക്ക് ഇത് വലിയ രസമായിട്ട് തോന്നും. ഓരോ ഭാഗം എത്തുമ്പോഴും നമുക്ക് മനസ്സിന് കുളിർമ വരും. ഖുർആൻ പറയാണ്, നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു വലിയ സംഘം ഉണ്ടായിരുന്നു എന്നാണ്. കാല് പൊട്ടിയിട്ട് രക്തം പൊട്ടി ഒഴുകുമ്പോൾ ഹോസ്പിറ്റലിനെ കുറിച്ചോ ഇനി ഏത് ഡോക്ടറെന്ന് ചിന്തിക്കാതെ, ഇനി ഏത് മരുന്നെന്ന് ചിന്തിക്കാതെ ആ കിടത്തത്തിൽ കിടന്ന് വേദനയെ അൽഹംദുലില്ലാ എന്ന് പറയുന്ന മാസ്മരികമായ തൊട്ടിലിട്ട് ആട്ടാനുള്ള ഒരു കഴിവ്, അതാണ് ദിക്റുല്ലാഹി ദായിമ എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. എന്നും ഇങ്ങനെ സുഖലോലുപനായി ഇങ്ങനെ കൊട്ടാരത്തിൻ്റെ മച്ചിൻ്റെ മുകളിൽ കസേരയിലിരുന്ന് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് 4 മണിയാകുമ്പോൾ ഭാര്യ ചായ കൊണ്ടുവരും, അത് കഴിഞ്ഞ് വീണ്ടും സുബ്ഹാനല്ലാഹ്, അങ്ങനല്ല. അസുഖങ്ങളുണ്ടായി, ബുദ്ധിമുട്ടുകളുണ്ടായി, കൊട്ടാരം തകർന്ന് തരിപ്പണമായ അടിയിൽ ഇങ്ങനെ കിടന്ന്. തുർക്കിയിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, 7 കൊട്ടാരങ്ങളുടെ അധിപനെ ഭൂമിക്കടിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഴ്ത്തിക്കളഞ്ഞപ്പോൾ ആ മനുഷ്യനെ ആ മണ്ണിനടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുമ്പോൾ അയാളുടെ കയ്യിൽ തസ്ബീഹ് മാല മുറുകെ പിടിച്ചിരിക്കുകയാണ്. അയാൾ പറയാണ്, ആഹാരത്തിൻ്റെ വിലയറിയുന്നത്, വെള്ളത്തിൻ്റെ വിലയറിയുന്നത് 7 കൊട്ടാരത്തിൻ്റെ അധിപനായി വിലസിയിരുന്ന കാലഘട്ടത്തിൽ അതെല്ലാം കഴിഞ്ഞു മണ്ണിനടിയിൽ കുറച്ച് നാൾ കിടന്നിട്ട് എന്നെ എഴുന്നേൽപ്പിച്ചപ്പോൾ, കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അള്ളാഹു തരുന്ന വെള്ളത്തിൻ്റെ, ആഹാരത്തിൻ്റെ, റൊട്ടിക്കഷണത്തിനു വേണ്ടി സാധാരണക്കാരായ ആളുകളോടൊപ്പം ആ മനുഷ്യന് ക്യൂ നിൽക്കേണ്ടി വന്നു എന്നാണ്. ഇതൊക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ സംഭവിക്കാൻ അത്ര വലിയ സേഫ്റ്റിയുള്ള നാടൊന്നുമല്ല നമ്മുടെ നാട്. 2 മഴ പെയ്താൽ തമ്പാനൂർ സ്റ്റാൻഡ് കാണാനില്ല, കൊച്ചി കാണാനില്ല. അതാണ് നമ്മുടെ നാട്. നമ്മളിങ്ങനെ വാദോരാതെ ഇങ്ങനെ മഹത്വം പറയൂലേ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയൊക്കെ നമ്മുടെ ഉള്ളിലൂടെ അള്ളാഹുവിനെ കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകണമെന്നതാണ്. വളരെ ഇഖ്ലാസോടുകൂടി കൊണ്ടുപോകണം, വളരെ ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി കൊണ്ടുപോകണം. മുനാഫിക്കുകളെ കുറിച്ച് പറയുന്നത് എന്താ? വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. അവർ അള്ളാഹുവിനെ ഓർക്കൂല എന്ന് പറഞ്ഞില്ല. മുനാഫിക്കുകളെ കുറിച്ച് അവർ അള്ളാഹുവിനെ ഓർക്കില്ല എന്ന് പറഞ്ഞില്ല. അവർ അള്ളാഹുവിനെ ഓർക്കും, പക്ഷേ കുറച്ച് മാത്രമേ ഓർക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ കാര്യം കാണാൻ വേണ്ടി. നിക്കാഹിൻ്റെ അന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖബൽതു മിൻക നിക്കാഹ വതസ്വീജ, അന്ന് മാത്രം ഒരു സാധനം. വാപ്പ മരിച്ചു, ഉസ്താദ് പിന്നെ മയ്യിത്ത് നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ മകൻ 1-ാമത്തെ സഫീന്ന് അല്ലോ എൻ്റെ വാപ്പ റബ്ബ് അതാണ്. വലാ യദ്കുറൂനല്ലാഹി, ആവശ്യത്തിനുള്ള സമയം, കാല് വേദനിച്ചു അല്ലാഹ്. തറാവീഹ് ഇങ്ങനെ ഇമാം ഇങ്ങനെ ദീർഘമായ സൂറത്ത് ഓതുമ്പോൾ അറിയാതെ നിന്നുകൊണ്ടല്ല. ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് നമ്മുടേതായ ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം അല്ലാഹയെ വിളിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. അതൊരു വിശ്വാസിക്ക് പറ്റിയതാണെന്ന് ഒരു സ്ഥലത്തും കാണാൻ കഴിയില്ല നിങ്ങൾക്ക്. ഖുർആനിലോ ഹദീസിലോ ഒരു സ്ഥലത്തും നമ്മുടെ ആവശ്യം നടക്കാൻ വേണ്ടി മാത്രം ഒരു അല്ലാഹ് എന്ന് നമുക്ക് ഒരു സ്ഥലത്തും കാണാൻ കഴിയില്ല. വൈദാ റകിബൂ ഫിൽ ഫുൽകി ദഉല്ലാഹ്, കപ്പലിലേക്ക് അവർ കയറുമ്പോൾ ആ കടലിൻ്റെ തിരമാലകളുടെ ശക്തമായ ഉയർച്ച കണ്ടിട്ട് അവർ അള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് പറയും, റബ്ബേ പടച്ചോനെ, അല്ലാ ഇതങ്ങ് കരയെത്തണം റബ്ബേ, നീയേ ഉള്ളു പടച്ചോനെ. ഖുർആൻ പറയുന്നു, ഫലമ്മാ നജ്ജാഹും മിനൽ ബർ, അവരെ രക്ഷപ്പെടുത്തി കരയിലേക്ക് എത്തിച്ചാലോ ഇദാഹും യുശ്രികൂൻ, അവർ അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്നവരാവുകയാണ്. ഭർത്താവിനെ ടെസ്റ്റ് നടത്താൻ പോവാണ്, ക്യാൻസർ ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടി ഒരു മുഴ. ഇന്നിപ്പോൾ എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും മുഴയാണ്. അങ്ങനെ ടെസ്റ്റ് നടത്തുമ്പോൾ പടച്ചോനെ അല്ലാഹുവേ, കടുവപ്പള്ളി ആടിനെ കൊടുക്കാം, ഭീമാപ്പള്ളിയിൽ അത് കൊടുക്കാം, ഇത് കൊടുക്കാം, അവിടെ പോവാം ഇവിടെ പോവാം, പടച്ചോനെ എത്തീമീങ്ങളെ കെട്ടിക്കാം, റബ്ബേ കാക്കണ അല്ലാ, എനിക്കെൻ്റെ ഭർത്താവേ ഉള്ളൂ,
ഭർത്താവ് പോയാ ഞാൻ പോയി, എല്ലാം പോയി റബ്ബേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് ദുആയൊക്കെ ചെയ്ത് നേരെ ടെസ്റ്റ് നടത്തി. ക്യാൻസർ അല്ല എന്ന് പറഞ്ഞുകൂടി താത്ത റെഡിയായി. താത്താടെ കാര്യം ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുള്ളൂ കേട്ടോ, എത്ര ആത്മീയ സദസ്സാണെങ്കിലും. താത്താടെ കാര്യം സലാമത്തായി. എന്താ കാരണം? താത്ത ഇങ്ങനെ ഈ നേർച്ച പിന്നെ അതൊക്കെ മറക്കും. പിന്നെ അത് ഓർമ്മ വരണമെങ്കിൽ ആ മുഴ വന്ന സ്ഥലത്ത് അതുപോലെ വേറൊരു ചെറിയ സാധനം വരുമ്പോൾ അല്ലാ അപ്പം അല്ല വരും. ഒന്നോലിച്ചോ, നമ്മളിപ്പോൾ ഈ ഫലസ്തീൻ, ഇറാഖ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ യാത്ര ചെയ്യപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭാര്യ എടുത്തുകൊണ്ട് നടന്നത് ഇതുവഴിയാണെന്ന് 90% പണ്ഡിതന്മാരും പറയുന്നുണ്ട് ഉസ്താദെ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ഖാദിമ് പരിചയപ്പെടുത്തി തന്ന സ്ഥലമുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ആ സ്ഥലം കണ്ടാൽ ആ മലയിടുക്കുകളിലൂടെ, ആ വൃക്ഷലതാദികൾക്കിടയിലൂടെ തൻ്റെ പ്രിയപ്പെട്ടവനെ, ആരെയാണ് അള്ളാഹുവിൻ്റെ സുബറിൻ്റെ രാജാവ് അയ്യൂബ് നബി അലൈഹി സ്വലാമിനെ ഇങ്ങനെ ചുവന്നുകൊണ്ടുപോകുന്ന ഒരു രംഗത്തെക്കുറിച്ച് ഓർത്താൽ നമുക്ക് മടങ്ങി വരാൻ പറ്റാതെ നമ്മളൊക്കെ ഒന്നുമല്ലാതെ ആ മണ്ണിലേക്ക് ചേർന്നു പോകാൻ കൊതിച്ചു പോകും. അത്രയ്ക്കൊരു വല്ലാണ്ട് നമ്മളെ പിടിച്ചെടുക്കുന്ന സ്ഥലമാണ്. ആ ചരിത്രം പഠിച്ചവർക്ക് സഹിക്കാൻ കഴിയില്ല. മുത്തഖീങ്ങളുടെ അടയാളത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് അൽ മുദാവമതു അലാ ദിക്രില്ലാ, അള്ളാഹുവിൻ്റെ ദിക്റിൽ നിത്യമായവരാണ്. ഒരു സെക്കൻഡ് അതിൽ നിന്ന് ഒഴിവാകുന്നില്ല. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ വളരെ മനോഹരമായ ഒരു ചരിത്രമുണ്ട്. സമയക്കുറവുണ്ട്, ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും വളരെ രുചികരമായ സുഖകരമായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിലെ ഈമാനിന് കേടുവരുമോ എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഇതിൻ്റെ ഒന്നും സുഖമറിയാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് മഹാനായ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ, നമ്മളൊക്കെ ദുനിയാവിൻ്റെ ഒരുപാട് സുഖങ്ങളും രസങ്ങളും മധുരങ്ങളും ആസ്വദിച്ചവരാണ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പലരും പറയുന്നുണ്ട്, എന്താണ് ഉസ്താദെ ഒരു ഓതലും ഒരു ഊതലും ഒന്നും ഇല്ലാത്ത ഒരു ബന്ധം, ഒരു വഴി. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചത്, ഞാനിപ്പോൾ ഇതിൻ്റെ ആളായിട്ട് നാളെ ഇവിടെ വന്നിട്ട് ആളെ കൂട്ടി വണ്ടിക്കകത്ത് കയറി സമ്മേളനത്തിനൊന്നും പോകണമെന്ന് പോകുന്നില്ല. ഞാനതിനെക്കുറിച്ച്, നമ്മളിപ്പോൾ ഓരോരുത്തർക്ക് നമുക്ക് അല്ലാഹു തആല കണ്ണും കാതും കഴിവും ബുദ്ധിയൊക്കെ തന്നിട്ടുണ്ടല്ലോ. നമ്മളാരും കഴുതകളൊന്നുമല്ലല്ലോ, നമുക്ക് ബോധമുണ്ടല്ലോ, ആലിമീങ്ങളുണ്ട്, ഉസ്താദന്മാരുണ്ട്, നമുക്ക് റെഫറൻസ് ചെയ്യാൻ ഒരുപാട് കിതാബുകളുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഈ പ്രസംഗം കേൾക്കുന്നവരോട് അല്ലെങ്കിൽ ലൈവ് കാണുന്നവരോടൊക്കെ പറയാണ്, നിങ്ങളാരെയും എവരാരും നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് അങ്ങനെ കയറുക, അവിടെ നിന്ന് ഇവിടെ വരുന്നതിന് വണ്ടി, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതിന് വണ്ടി കൂലി തരാം, അങ്ങനെ പരിപാടി ഒന്നും ഇല്ലല്ലോ. ഒരാളും വന്നില്ലെങ്കിലും ഈ വിഷയത്തിൽ ഇങ്ങനെ തന്നെ, ഇവിടെ ഇപ്പോൾ 10 ആളെ ഓഡിറ്റോറിയത്തിലുണ്ടെങ്കിലും 10,000 ആളുണ്ടെങ്കിലും എവരിങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. അവർക്ക് മനസ്സിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. അള്ളാഹു എന്നും അങ്ങനെ തന്നെ ആക്കട്ടെ. മനുഷ്യരാണല്ലോ, മനുഷ്യൻ്റെ മനസ്സിലൊക്കെ മാറ്റം ഉണ്ടാവാം. ഈ വഴി അങ്ങനെയാണ്. അപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് അലിയും ബാബുഹ ആക്കിയത്? എത്ര വർഷം കിതാബ് പഠിപ്പിച്ചിട്ടാണ്, എന്തെല്ലാം മോദി മന്ത്രിച്ചു കൊടുത്തിട്ടാണ്. അല്ല, നമ്മളൊന്ന് ഗൗരവത്തിൽ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ. എങ്ങനെയാണ് അലി റളിയല്ലാഹു അൻഹുവിന് ധൈര്യം കിട്ടിയത്? ഒരു സ്വഹാബിയും അവിടെ വർക്കൗട്ട് നടത്തിയിട്ട് രാവിലെ 20 പുഷപ്പ് വെച്ച് എല്ലാ ദിവസവും മദീനത്തൊന്നും എടുക്കുക അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടൊന്നുമല്ല. 40 ആൾ പിടിച്ചിട്ടനങ്ങാത്ത വാതിൽ പടി വിരൽത്തുമ്പ് കൊണ്ട് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു കറക്കിയെന്നാണ് ചരിത്രം പറയുന്നത്. അതിനുശേഷം 40 സ്വഹാബികൾ പിടിച്ചിട്ട് അനങ്ങിയിട്ടില്ല. ഏറ്റവും ശക്തനായ മുത്ത് റസൂലിൽ നിന്ന് പകർന്നു കിട്ടിയതാണത്. എങ്ങനെ പകർന്നു കിട്ടി? അലി റളിയല്ലാഹു അൻഹു കഴിച്ചിരുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയാൻ, ഞങ്ങൾ രാത്രി കിടന്നിരുന്ന തോലിൽ രാവിലെ ആകുമ്പോൾ അത് ഒട്ടകത്തിനും ആടിനും പുല്ലിട്ട് കൊടുക്കാൻ അലി റളിയല്ലാഹു അൻഹു എടുത്തുകൊണ്ടു പോകുമായിരുന്നു എന്നാണ്. അതാണ് രാത്രിയിൽ ഞാനും അലി റളിയല്ലാഹു അൻഹും വൃത്തിയാക്കിയിട്ട് കിടന്നിരുന്നത് എന്നാണ്. അവിടെ ശരീരത്തിന് ശക്തി പകരാനുള്ള ഭക്ഷണ ശകലങ്ങളൊന്നുമില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, എവിടെ നിന്നാണ് അത് കിട്ടിയത്? ഒറ്റ നോട്ടമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമാണ്. വിജ്ഞാനം മുഴുവനും കിട്ടിയത് അതിലൂടെ, ആ ശക്തി മുഴുവനും കിട്ടിയത് അതിലൂടെ, ഈമാൻ മുഴുവനും കിട്ടിയത് അതിലൂടെ, സ്വലാഹിയത്ത് മുഴുവനും കിട്ടിയത് അതിലൂടെ. എന്നിട്ട് നല്ല ആൺകുട്ടിയായി നെഞ്ചു വിരിച്ചു പറഞ്ഞു, അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ. ഒരു സഹാബിക്കും അസൂയയില്ല.
ഒരു സഹാബിക്കും അസൂയയില്ല, ഒരു സഹാബിക്കും എതിർപ്പില്ല. അവർക്കറിയാം നമ്മളെ നോക്കാത്ത കണ്ണുകൊണ്ട് പലപ്പോഴും മുത്തുനബി അലി റളിയല്ലാഹു അൻഹുവിനെ നോക്കിയിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ നോക്കി ക്വാളിറ്റി ആക്കി വെച്ചത്? ഫാത്തിമത്തു ഖിത്അത്തു കബ്ദി, തൻ്റെ പൊന്നുമോളെ അലി റളിയല്ലാഹു അൻഹുവിന് കൊടുക്കണമെന്ന അള്ളാഹുവിൻ്റെ ശക്തമായ തീരുമാനം. അത് ഉൾക്കൊള്ളാൻ അലി റളിയല്ലാഹു അൻഹുവിന് ആ ക്വാളിറ്റി ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു. വീരപ്പുലി എന്നോരോ മനപ്പേരുള്ള ബിരിദർ സാരസമ്പൂർണരേ, പാരിൽ സന്മാർഗത്തിൻ പൂരിതം കാട്ടാനായി നേരിൽ നടന്ന പടയാളരേ. എഴുതിയാലും പാടിയാലും പ്രസംഗിച്ചാലും തീരുമോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം? ഒരിക്കലും കഴിയില്ല. വല്ലാത്ത അത്ഭുതമാണത്. അത് നോട്ടം കൊണ്ട് കിട്ടിയതാണ്. അതുപോലെ അത്ഭുതകരമായ മറ്റൊരു സംഭവമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കച്ചവടക്കാരനായിരിക്കുന്ന സമയത്ത് കച്ചവടത്തിന് വേണ്ടി വാഹനത്തിൽ ഒട്ടകപ്പുറത്ത് ഒട്ടകക്കൂട്ടങ്ങളുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യുമ്പോൾ കറുത്ത ഒരു അടിമയെ ചാട്ടവാറ് കൊണ്ടടിച്ചിട്ട് പാടൂ പാടൂ എന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഉപദ്രവിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടവാറ് കൊണ്ട് അടിച്ച് പാടിപ്പിക്കുകയാണ്. ആ പാട്ടങ്ങോട്ട് കേൾക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചിന്തിക്കുകയാണ്, റബ്ബേ, ഈ നാവിലൂടെ ഖുർആൻ കേട്ടാൽ, ഈ നാവിലൂടെ അള്ളാഹിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ടാൽ എത്ര മധുരമായിരിക്കും പടച്ചോനെ. അലി റളിയല്ലാഹുവിൻ്റെ രഹസ്യമായി പോയി കണ്ടു, നീ വരണം, നിങ്ങളുടെ ഈ അടിമച്ചങ്ങല വലിച്ചു പൊട്ടിച്ച് കളയുന്ന ഒരു പ്രവാചകൻ വരുന്നുണ്ട്, എൻ്റെ കൂടെ നീ വന്നാൽ നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഇവിടെ ഞങ്ങൾക്ക് സുഖമാണ്, അടി കൊണ്ടാലും കഴിക്കാൻ എന്തെങ്കിലും കിട്ടും, ഒട്ടകത്തിൻ്റെ നജസുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ കിടന്നുറങ്ങും, അവർ പറയുന്നത് പോലൊക്കെ ചെയ്തു കൊടുക്കും, ഈ അടിമപ്പണി ചെയ്ത് ജീവിക്കാനാണ് എനിക്ക് എൻ്റെ തലമുറയ്ക്ക് യോഗമെന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു. പക്ഷെ സന്ദർഭോചിതമായി ഇടയ്ക്ക് എപ്പോഴോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പോയി. ഒറ്റ പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം ദൂരത്ത് നിന്ന് അള്ളാഹിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടതേ ഉള്ളൂ. ആ കണ്ണുകളിലൂടെ കിട്ടിയ ഒരു സുഖം ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നീട് എനിക്ക് ഉറക്കം വന്നില്ല, അടിമപ്പാളയത്തിൽ ചെന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ആ കണക്ഷൻ്റെ ശക്തിയാണത്. പിന്നീട് എനിക്കൊന്നിനും കഴിഞ്ഞില്ല. പിന്നെ നേരെ പോയി അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാരിപ്പുണർന്നു, സ്നേഹിച്ച് ചേർത്ത് വെച്ചു. അതിനുശേഷമല്ലാതെ മനസ്സിന് പിന്നെ റാഹത്ത് കിട്ടിയില്ല, വെപ്രാളമായിരുന്നു എന്നാണ്. എന്താണ് നോട്ടം കൊണ്ട് നടക്കൂല എന്ന് ആരാ പറഞ്ഞത്? നോട്ടം കൊണ്ട് നടക്കും. ഒരുപാട് ദൂരത്തിരുന്നു കൊണ്ട് തന്നെ ഈ അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ളവരുടെ മനസ്സിൻ്റെ കണക്ഷൻ, എത്രയോ ഹദീസുകൾ, എത്രയോ അത്ഭുത സംഭവങ്ങൾ. നിലവിൽ ഇന്ന് തന്നെ ഞാനും നിങ്ങളുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഔലിയാക്കളുടെ ആരിഫീങ്ങളുടെ സംഭവത്തിൽ പുറത്തു പറഞ്ഞതിനേക്കാൾ ഗംഭീരമായ കറാമത്തുകളുടെ ലോകം നമ്മുടെ നാടുകളിലുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതിനെ മാത്രം എന്തുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. ലൗ അന്നകും തതവക്കലൂൻ, നിങ്ങൾ അല്ലാഹുവിനെ ഭരമേൽപ്പിക്കേണ്ട പോലെ ഏൽപ്പിച്ചാൽ, അത് ഹദീസ് അങ്ങനെ പറയാൻ കാരണം എന്താ? പല വിധത്തിലുള്ള ഭരമേൽപ്പിക്കലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞാൽ. പിന്നെ നിങ്ങൾ തവക്കുൽ ചെയ്താൽ മതി എന്ന് പറയൂലേ, ഇല്ല. ഒരമലിനും ഇത്രമേൽ ഭംഗിയായ ഒരു ഉദാഹരണം അള്ളാഹിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. ഇത്ര ഭംഗിയായ ഒരു ഉദാഹരണം പറഞ്ഞ ഒരു അമലുമില്ല തവക്കുലിനല്ലാതെ. രാവിലെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പക്ഷികൾ ഒട്ടിയ വയറുമായി പുറത്തേക്ക് പോയി വൈകുന്നേരം വയറ് നിറച്ചവർ മടങ്ങി വരുന്നത് പോലെ നിങ്ങൾക്ക് അള്ളാഹു ഭക്ഷണം തരും. എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള കിളികളോടും കാക്കകളോടും തത്തകളോടും പ്രാവുകളോടും, നൗഷാദ് ബാക്കയുടെ വീട്ടിൽ നിന്ന് മുസ്താഖ് അഹമ്മദിൻ്റെ ആണ്ടാണ്, അവിടെ ബിരിയാണി വെക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വന്നോളി, പെരിങ്ങമല ഷാ ഓഡിറ്റോറിയത്തിൻ്റെ പരിസരത്തുള്ള എല്ലാ കിളികളോടും വിളിച്ച് പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഇങ്ങനെ കത്തുകൊണ്ട് കൊടുത്ത് വരണം കേട്ടോ, നിങ്ങളവിടെ വരണം. ബാക്കിയുള്ളവരൊക്കെ ഫോണുള്ളതുകൊണ്ട് വിളിച്ച് പറഞ്ഞു. നൗഷാദ് ബാക്കവി അബൂറബിയൊക്കെ അങ്ങനെ വരും. നിങ്ങളെ ഞാൻ നേരിട്ടൊന്ന് വിളിച്ചതാ, കിളിക്കൂട്ടി പോയി തട്ടിയിട്ട് രാവിലെ അങ്ങോട്ട് വരണമെന്ന് പറയൂല, നേരെ വരെന്നെ. വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലെത്തി വയറ് നിറച്ച് അവർക്ക് ഭക്ഷണം, കൂട്ടിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം. ഇതാരാണ് ലോകത്ത് കൊടുക്കുന്നത്? പ്രിയപ്പെട്ട, ഇതാരാണ് ലോകത്ത് കൊടുക്കുക? ഒരു കിളിയും പട്ടിണി കിടന്ന് ആവുന്നില്ല ലോകത്ത്.
അതിനെന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോഴോ ചിറകറ്റ് പോകുമ്പോഴോ പ്രായം ചെല്ലുമ്പോഴോ മരിച്ചു പോകുന്നതാ. പട്ടിണി കിടന്ന് ഒരു കുഞ്ഞും ലോകത്ത് മരിക്കുന്നില്ല, കിളിക്കുഞ്ഞും മരിക്കുന്നില്ല, മനുഷ്യക്കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട്. അത് മനുഷ്യൻ്റെ അക്രമമാണ്, അല്ലാതെ ലോകത്തൊരിക്കലും നടക്കണില്ല പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ട്? അവർക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കുമെന്ന ഹദീസിലുണ്ട്. അവർക്ക് കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് തരും. എപ്പോൾ? ഞാൻ ഈ അടുത്ത സമയത്ത് കർണാടക റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പരിപാടിക്ക് വേണ്ടി പോകുമ്പോൾ എപ്പോഴും ഞാൻ വരവൂര് മക്കാമിൽ പ്രസംഗത്തിന് പോകുന്ന സമയത്ത് അവിടെ ഒരു വലിയ മഹാൻ്റെ ദർഗയും അവിടെ കുറേ ആണ്ട് നേർച്ചയും കുറേ മുസാഫിരിങ്ങളുണ്ടാവും. കുറേ മുസാഫിരിങ്ങൾ, നെല്ലും പതിരും മുത്തും പവിഴും ഒക്കെ അതിൻ്റെ ഇടയിലുണ്ടാവും, കണ്ടുപിടിക്കാനൊന്നും കഴിയില്ല. അങ്ങനെയാണ് ആ ലോകം അപ്പം ഞാനവിടെ നിരന്തരം ഒരു 5 ദിവസം നിൽക്കുന്നത് കൊണ്ട് ഇവർക്കൊക്കെ ഞാനുമായിട്ട് പരിചയവും ബന്ധമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിലൊരു മുസാഫിറിനെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഇവിടെയൊക്കെ യാത്ര ചെയ്തു, ക്ഷീണിച്ച് ഒരു കറുത്ത കുപ്പായവും മുടിയൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ്. ഞാനൊരു ചെറിയ പൈസ എടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം പറയാണ്, ഒരു 15 മിനിറ്റ് മുമ്പ് ഞാൻ ആലോചിച്ചതേ ഉള്ളൂ ഉസ്താദെ, പടച്ചോനെ റെയിൽവേ സ്റ്റേഷനിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ എൻ്റെ കാര്യം ആകെ പൊറുതിമുട്ടിലാണല്ലോ റബ്ബേ. പക്ഷെ നിന്നിൽ അർപ്പിച്ച് നടക്കുന്ന എന്നെ നിരാശപ്പെടുത്തൂല എന്ന് എനിക്കറിയാം. അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിച്ചിറങ്ങുമ്പോഴാണ് ഞാനിങ്ങനെ വെറുതെ ഒരു സന്തോഷത്തിന്, നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ സ്വതൊക്കെ നല്ലതാണ്, അപകടത്തിൽ നിന്ന് കാക്കാനും ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാവാനൊക്കെ നല്ലതാണ്. ആ സഹോദരൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് അതിൻ്റെ മഹത്വം പറഞ്ഞു തരികയാണ്. ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെയുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ. അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹിൻ്റെ ശ്രദ്ധ തിരിഞ്ഞു പോകൂല, അള്ളാഹുവിൻ്റെ ശ്രദ്ധ തിരിഞ്ഞു പോകൂല. കരുണക്കടലായ പടച്ചറബ് പറഞ്ഞു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംസാരിക്കുന്ന ഏറ്റവും സുഗന്ധമുള്ള വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുഗന്ധമുള്ള 4 വാക്കുകളാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും സുഗന്ധമുള്ളത് 4 വാക്കുകളാണ്. വിശദീകരിക്കണ്ട. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. പണ്ടൊക്കെ ദറസുകളിൽ നിർബന്ധമായിരുന്നു മഗ്‌രിബിന് മുമ്പ് ഇത് 100 പ്രാവശ്യം ചൊല്ലണം. സുബ്ഹാനല്ലാഹി ബിഹംദി. നാസറുദ്ദീൻ ബാക്കി ഒരു ദറസിലുണ്ടോ? ഉസ്താദിന് എന്നെ ദറസിൽ നിൽക്കാൻ നേരമില്ല, പിന്നെ പിള്ളേരെ എങ്ങനെ ചൊല്ലിപ്പിക്കുന്നതാണ്. ഉസ്താദിന് ഒരുപാട് കാര്യങ്ങളാണ്. എന്നാൽ ഇത്തരം വിഷയത്തിലൊക്കെ ഓടിയെത്തുന്നു. അള്ളാഹു ആഫിയത്തുള്ള ആയുസ് കൊടുക്കട്ടെ. കുറേ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അൽഹംദുലില്ലാഹ് മാറി. അള്ളാഹു ആഫിയത്ത് നിലനിർത്തി കൊടുക്കട്ടെ. ഞാനൊക്കെ ദറസിൽ പഠിക്കുന്ന സമയത്ത് ഉസ്താദ് കൃത്യമായിട്ട് പറയുമായിരുന്നു, മഗ്‌രിബിന് മുമ്പ് കയറി ദിക്റൊക്കെ ചൊല്ലുക. എന്നിപ്പോൾ ഇവിടെ പറഞ്ഞു പോയ മഹാനായ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദിനെ ഞാൻ മഗ്‌രിബിൻ്റെ സമയത്ത് ഒരിക്കൽ കാണാൻ പോയപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പ്രസംഗത്തിന് പോകുന്നില്ലേ എന്ന് പറഞ്ഞാൽ എന്താ, എന്നെ പറഞ്ഞു വിട്ടിട്ട് മൂപ്പർക്ക് മഗ്‌രിബ് വാങ്ങിന് മുമ്പ് ചൊല്ലാനുള്ളത് ചൊല്ലിത്തീർക്കാനാണ്. എത്രയോ മെലിഞ്ഞുണങ്ങിയ ഒരു കുഞ്ഞു ശരീരമായിരുന്നു. ഒരു സുന്നത്തും ഒഴിവാക്കാതെ കൃത്യമായി ചേർത്ത് വെക്കാൻ എത്ര തിരക്കിനിടയിലും ശ്രമം നടത്തിയിരുന്നു എന്നതാണ് വാസ്തവം. അപ്പം സുബ്ഹാനല്ലാഹ്, അപ്പോൾ നമ്മളിങ്ങനെ ഒരു കന്യാകുമാരിയിൽ പോയി സൂര്യോദയം കണ്ടു. മക്കളെയൊക്കെ കൊണ്ട് അവരുടെ ആഗ്രഹമാണ്. നിങ്ങളിപ്പോൾ ഈ വഴിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ കൊണ്ട് ടൂറിനൊന്നും പോകാതിരിക്കണ്ട, യാത്രയൊക്കെ ചെയ്യാം. നിങ്ങൾ എല്ലാവരും വലിയ സൂഫികളായി, ഇനി മക്കളുമായിട്ടൊരു ബന്ധമില്ല, ഭാര്യയായിട്ടൊരു ബന്ധമില്ല, നീയും മക്കളും കൂടെ പൊക്കിയോ തിരുവനന്തപുരത്ത്, ഞാനില്ല, ഞാൻ ദിക്റും ചൊല്ലി, ആ പരിപാടിയൊന്നുമില്ല. അതൊക്കെ നമ്മുടെ അശ്റഫ് ഉസ്താദിനെ കണ്ട് പഠിച്ചോളാം. എല്ലാ പെരുന്നാളും ടൂർ പോകണം. പോകണ്ടെന്നല്ല, എന്നൊക്കെ പോകണം. ഈ കന്യാകുമാരിയിൽ ഇങ്ങനെ പോയി സൂര്യോദയം കാണണം മക്കളെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പാപ്പായും മക്കളും എല്ലാവരും കൂടെ ടെറസിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ സൂര്യനിങ്ങനെ വെളുപ്പിനിങ്ങനെ ഉദിച്ച് മുകളിലേക്ക് വരുന്ന കാണുമ്പോൾ ഒരാൾ മനസ്സറിഞ്ഞ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ 80 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലിയാണ് ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്നത്. നമ്മളെന്താ പറയാ, സൂര്യൻ ഇങ്ങനെ ഭംഗി വരുമ്പോൾ ഉമ്മാമാര് പറയും വാവ് മാഷാ അല്ലാഹ്, അത് പറയില്ല. വാവ്, വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ, അമേസിങ്. അങ്ങനെ ഒലക്കയുടെ എല്ലാ സിംഗും ഉണ്ടാവും, പക്ഷേ സുബ്ഹാനല്ലാഹ് ഉണ്ടാവില്ല, അൽഹംദുലില്ലാഹ് ഉണ്ടാവില്ല, തബാറക്കല്ലാഹ് ഉണ്ടാവില്ല, മാഷാ അല്ലാഹ് ഉണ്ടാവില്ല. അത് നമ്മൾ കൊണ്ട് നടക്കുന്ന വഴിയുടെ പ്രശ്നമാണ്, അതിൻ്റെ പ്രശ്നമാണ്. അതുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പറയൂലേ, ചെറിയ കാര്യമല്ല. സുബ്ഹാനല്ലാഹ്ക്ക് അത്രമേൽ പരിശുദ്ധിയുണ്ട്. ആ ദിക്റിൻ്റെ അർത്ഥവും പരിശുദ്ധിയാണ്, അത് ചൊല്ലുന്നവരെയും അത്രമേൽ അത് പരിശുദ്ധിയാക്കാതെ മരിപ്പിക്കില്ല എന്നതാണ്. രണ്ടാമത്തത് അൽഹംദുലില്ലാ. ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞു പോകുന്നത് നാവായിക്കുളത്തെ ആ ചെറിയ വീട്ടിൻ്റെ അകത്തിരുന്നിട്ടാണ്, അറിയാതെ പറഞ്ഞു പോകും. നിങ്ങൾ കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അവിടെ പൈസ വേണ്ട, ഉപഹാരങ്ങൾ വേണ്ട, സർട്ടിഫിക്കറ്റ് വേണ്ട, ഉപകാരങ്ങൾ വേണ്ട,
അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്, അത് പറയുമ്പോഴും വലിയ സന്തോഷം. ഇത്രയും ദിക്റുകൾ അള്ളാഹുവിന് വേണ്ടി ഉണ്ടായിട്ട് അള്ളാഹുവിന് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ അൽഹംദുലില്ലാ. അതുകൊണ്ടാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സെക്കൻഡ് പോലും പതറിപ്പോകാതെ പിടിച്ചു നിന്നത് അൽഹംദുലില്ലാ എന്ന മഹത്തായ പർവ്വതത്തിന്റെ മുകളിൽ കാലെടുത്തു വെച്ചിട്ടാണ്. ഒരു സെക്കൻഡ് പതറിപ്പോയില്ല, തിരിച്ചു പോയില്ല. അവസാനം സഹധർമ്മിണിയായ റഹ്മത്ത് ബീവി പോലും പറഞ്ഞുപോയി, നിങ്ങളൊരു പ്രവാചകരല്ലേ, അള്ളാഹുവിനോടൊന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോ പോലും അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ഒരു സെക്കൻഡ് പോലും മനസ്സിന്റെ അകത്ത് മറ്റൊരു ചിന്ത വരുന്നില്ല. അൽഹംദുലില്ലാ. അള്ളാഹു അതിനിട്ട പേരെന്താ അയ്യൂബ് നബിക്ക്? എൻ്റെ ഏറ്റവും നല്ല അടിമ. അല്ലാഹു എത്ര സ്നേഹത്തിലാണ് വിളിച്ചത്. 5 മക്കൾ എനിക്കുണ്ട്, അതിൽ അവൻ എൻ്റെ പൊന്നുമോനാണ് ഉസ്താദേ എന്ന് പറയൂലേ. ഉസ്താദേ എനിക്ക് 5 മക്കളുണ്ട്, അവൻ എൻ്റെ പൊന്നുമോനാണ്, അവൻ എൻ്റെ മുത്തുമണിയാന്ന് പറയൂലേ. അതുപോലെ അള്ള പറയാൻ അയ്യൂബ് നബി എൻ്റെ നല്ല അടിമയാണ്. ഇത്രയും പ്രയാസവും പ്രതിസന്ധിയും സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ അള്ളാഹു കൊടുത്തിട്ട് അവൻ എൻ്റെ മുത്തുമണിയാന്ന് പറഞ്ഞു. അതുപോലെ ഞാനൊരിക്കലും ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ നിരീശ്വരവാദികൾ ഏറ്റവും അധികം ആ പ്രസംഗത്തിൻ്റെ ക്ലിപ്പെടുത്തിട്ടിട്ട് പരിഹാസ രൂപേണ അതിന് മറുപടികൾ തന്ന ഒരു ഭാഗമാണ്, മകൻ മരിക്കുമ്പോൾ, മകള് മരിക്കുമ്പോൾ, ഏറ്റവും വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ അള്ളാഹു അവരുടെ പ്രിയപ്പെട്ട അടിമകളോട്, മലക്കുകളോട് അല്ലാഹു പറയും, എൻ്റെ പ്രിയപ്പെട്ട അടിമയുടെ മരണവേദനയോടെ പ്രസവിച്ചിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മയുടെ കുഞ്ഞിൻ്റെ റൂഹ് ഞാൻ എടുത്തപ്പോൾ ആ ഉമ്മ എന്താ പറഞ്ഞത് ആ മലക്കുകളെ എന്ന് ചോദിക്കുമ്പോൾ മലക്കുകൾ വന്നിട്ട് പറയുന്നു, പടച്ചോനെ അൽഹംദുലില്ലാ എന്നാണ് ആ ഉമ്മ പറഞ്ഞത്. ആ ഉപ്പ പറഞ്ഞത് അൽഹംദുലില്ലാ എന്നാണ്. അള്ളാഹു പറയുന്നത് ബൈത്തുൽ ഹംദ് കൊടുക്കാനാണ്. സ്വർഗത്തിൽ അവർക്ക് മാത്രം ഒരു വീട്, അതിൻ്റെ പേര് ബൈത്തുൽ ഹംദ് എന്നാണ്. ഇത് വിശ്വാസികൾക്കും അൽഹംദുലില്ലാ ഇഷ്ടപ്പെടുന്നവർക്കുമാണ്. അള്ളാഹയെ വെല്ലുവിളിക്കുന്നവർക്ക്, നിരീശ്വരവാദികൾക്കുമല്ല. അവർക്കെന്ത് ബൈത്തുൽ ഹംദ്? നമ്മൾ ആലോചിച്ച് നോക്ക്. ഹിദായത്ത് കൊടുക്കട്ടെ പടച്ചോൻ. പക്ഷെ ഇത് എവർക്കുള്ളതാണ്. എത്രയോ ഹദീസുകളിൽ, സഹാബത്തിൻ്റെ ചരിത്രത്തിൽ, എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഇവിടെ ഇരിപ്പുണ്ട്, നല്ല മരത്തടി പോലെ തടിച്ചു കൊഴുത്തിരുന്ന സുന്ദരനായ പൊന്നുമോനാണ്. ഒരു കൊല്ലം കൊണ്ട് മരക്കൊമ്പ് വാടുന്ന പോലെ വാടി തളർന്ന് ഉപ്പാന്റെ മുന്നിൽ മയ്യത്തായി കിടന്നത്. ആലോചിച്ച് നോക്ക്. അങ്ങനെയാണ് എൻ്റെ പൊന്നുമോൻ. ഓടിക്കളിച്ചു മദ്രസയിലേക്ക്, എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് പോവുക. ഓടിക്കളിച്ച് കുട്ടികളോടൊത്ത് കല്ലെടുത്തെറിഞ്ഞും പാട്ടുപാടിയും ചിരിച്ചുകൊണ്ടാണ് പോവുക. ഒരു പ്രാവശ്യം ചിരിച്ചുകൊണ്ട് പോയത് പിന്നെ മരണത്തിലേക്കായിരുന്നു. അങ്ങനെയാണ്. 4 ദിവസം മുമ്പ് മലപ്പുറം ജില്ലയുടെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സഹോദരൻ ഫോൺ വിളിച്ചിട്ട് കരച്ചിലടക്കാൻ പറ്റാതെ നിലവിളിച്ചിട്ട് പറയാണ്, ഉസ്താദേ ദുആ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ, അദ്ദേഹത്തിൻ്റെ അടുത്ത താമസക്കാരായ ഒരു പ്രിയപ്പെട്ട സഹോദരൻ, 4 വയസ്സുള്ള പൊന്നുമോൻ, വാപ്പ ഗൾഫിലാണ്. അദ്ദേഹത്തിൻ്റെ ആ പൊന്നുമോൻ്റെ എളാപ്പ, വാപ്പാട് അനുജൻ, സ്കൂട്ടറിൽ വൈകുന്നേരം മകനെ കയറ്റി വെറുതെ എന്തോ ഒരു സാധനം വാങ്ങാൻ നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ബൈക്ക് എടുക്കുമ്പോൾ മക്കളൊന്നും പറയില്ല ഞാനും വരികയാണ്, എളാപ്പാൻ്റെ കൂടെ വല്യാപ്പാൻ്റെ കൂടെ വരൂലേ, ഞാനും വരികയാണെന്ന് പറയൂല. അതുപോലെ ഈ മകൻ ചെന്ന് പറഞ്ഞു, മകനെ കയറ്റിയിരുത്തി കൊണ്ടുപോയി. അപകടം സംഭവിച്ചു, അയാൾ രക്ഷപ്പെട്ടു, മകൻ ആ തൽക്ഷണം മരണപ്പെട്ടു പോയി. വാപ്പ ഗൾഫിൽ നിന്ന് വരുന്നതിന് മുമ്പ് മകനെ അടക്കം ചെയ്തു. നമ്മൾ ഓർത്തു നോക്കണം, ഇവിടെയൊക്കെ അൽഹംദുലില്ലയുടെ മഹത്വം നമ്മൾ തിരിച്ചറിഞ്ഞാൽ ആ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയും. നമ്മളിപ്പോഴേ തുടങ്ങണം. നമ്മുടെ ജീവിതം എന്നും ഇങ്ങനെ മരിക്കുന്നത് വരെ ഇങ്ങനെ സുന്ദരമായി, ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച്, ഇങ്ങനെ ദിക്റൊക്കെ ചൊല്ലി, ഒരു ബുദ്ധിമുട്ടില്ലാതെ വീട്ടിൽ നിന്ന് ഭാര്യയ്ക്ക് സന്തോഷം, മക്കൾക്ക് സന്തോഷം, റാഹത്താണ്, അങ്ങനെ പോകാമെന്ന് ആരും കരുതണ്ട. അങ്ങനെ പോകൂല. മഹാരഥന്മാരുമായി ബന്ധപ്പെട്ടവരാരും അങ്ങനെ പോയതായിട്ട് എനിക്കറിയില്ല. അധികാരികളെ ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കാത്തതൊന്നുമില്ല ഉസ്താദേ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ തിളക്കത്തിന് മാറ്റുകൂടുന്നത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പൊ അൽഹംദുലില്ലാ എന്നതിനെ ഏത് ഘട്ടത്തിലും, സന്തോഷത്തിലും സങ്കടത്തിലും, മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടായാലും ഒക്കെ അത് പറയാനുള്ള മനസ്സുണ്ടാവണം. പിന്നെ ഉള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതാണ് വേണ്ടത്. അതിങ്ങനെ നെഞ്ചിലങ്ങനെ തിളങ്ങി നിൽക്കണം എപ്പോഴും. അതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടതുപോലെ പറഞ്ഞവരെ കൂട്ടാളികളാക്കി, കമ്പനിയാക്കി എടുക്കണം. അവിടെയാണ് രക്ഷപ്പെടുക.
നമ്മൾ കുറേ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറേ ചൊല്ലിത്തീർത്തു എന്ന് പറഞ്ഞതിലല്ല, ചൊല്ലേണ്ട പോലെ സാവകാശം സമാധാനത്തിൽ മഹാരഥന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പോൾ സൂഫിയാക്കൾ പറയുന്നൊരു ചൊല്ലുണ്ട്, ആൺകുട്ടി എന്ന് പറയുന്നത് ആരാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സറിഞ്ഞ് പറഞ്ഞവരാണ് ആൺകുട്ടികൾ. തോലിബു ദുനിയാ മുഅന്നസുൻ, ദുനിയാവിന് വേണ്ടി എപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യുന്നവനെ കുറിച്ച് പെണ്ണ്, വെറും പെണ്ണ് എന്നാണ് പറഞ്ഞത്. അവനൊരു പെണ്ണാണ്. ആഖിറത്തിന് വേണ്ടി മാത്രം ചോദിക്കുന്ന ആൾ, എനിക്ക് ആഖിറത്തിൽ അങ്ങനത്തെ കസേര വേണം, ഇങ്ങനത്തെ കട്ടിൽ വേണം, അവിടുത്തെ ഹൗദ് വേണം, ഇവിടുത്തെ കൗസർ വേണം, ഇവിടുത്തെ അതുമാത്രം മതി, അങ്ങനെ ചോദിക്കുന്നവരെ കുറിച്ച് സൂഫിയാക്കടെ ഭാഷയാണ് തോലിബുൽ ഉഖ്റ മുഅന്നസുൻ മുഖന്നസുൻ മുഖന്നസുൻ എന്നാണ്. ആണും പെണ്ണും കെട്ടവനെന്നാണ്. അതൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രശ്നം ഉണ്ടാവും. പക്ഷെ ആൺകുട്ടികളെ കുറിച്ച് പറഞ്ഞ ഭാഗമുണ്ട്, അവിടെ പത്തര മാറ്റാണ്. അല്ലാഹു മതി എന്ന് പറയുന്നവരാണ് ആൺകുട്ടികളെന്ന് വ്യക്തമാക്കുകയാണ് മഹാരഥന്മാർ. അല്ലാഹു മതി, അല്ലാഹുവിനെ മാത്രം മതി, അല്ലാഹു അല്ലാതെ വേറൊന്നും വേണ്ട. അല്ലാഹുവിനോടുള്ള സ്നേഹം, അല്ലാഹുവിനോടുള്ള പ്രേമം, അല്ലാഹുവിനോടുള്ള ഇഷ്ടം ബാങ്ക് വിളിക്കുമ്പോ മനസ്സൊന്ന് വല്ലാണ്ട് പിടയ്ക്കുന്ന ഒരു രംഗമുണ്ടാവണം. ഞാൻ ഈ അടുത്ത സമയത്ത് പ്രസംഗിച്ചപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് വേണ്ടി, കാമുകിയുടെ മിസ് കോള് കണ്ടാൽ എടുക്കാൻ വേണ്ടി ഒരു കാമുകന്റെ നെഞ്ച് കിടന്ന് പിടയ്ക്കുന്ന പോലെ ബാങ്കെന്ന് പറയുന്ന കാമുകിയുടെ മിസ് കോള് വരുമ്പോൾ മുഅ്മിനായ കാമുകൻ കയ്യും കാലും കഴുകി ഓടിയെത്തണം, അതിനൊരു വെപ്രാളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മുടിയൊക്കെ വളർത്തിയിട്ട് ചെറുപ്പക്കാരൻ പറയാം, ഉസ്താദേ പ്രസവമൊക്കെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ കാര്യം വളരെ കറക്റ്റാണ്, മിസ് കോള് വരുമ്പോൾ എനിക്കൊരു പിടപ്പാ, അതുകൊണ്ട് സംഭവം ഞാൻ നിസ്കാരം തുടങ്ങാൻ പോവാ. ചില സ്ഥലത്ത് അങ്ങനെയൊക്കെ പറയേണ്ട ഒരു ഉദാഹരണം അങ്ങനെയാണ്. എല്ലാം ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടല്ല കാര്യം, ഏതെങ്കിലും ഒരാൾക്കൊരു ഗുണമുണ്ട്, അതിലാണ് കാര്യം. എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒന്നും കിട്ടാനില്ല. ഏതെങ്കിലും ഒരാൾക്ക് ഗുണമുണ്ടായോ, മാഷാ അല്ലാഹ്, അതാണ് രക്ഷപ്പെട്ട വാദം. അപ്പം ആ ഒരു ഉദാഹരണം ചിലപ്പോൾ ചില പ്രേമിക്കുന്നവരുടെ നെഞ്ച് തറയ്ക്കും. ശരിയാണല്ലോ, ഒരു ഉപയോഗവും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ പിടയ്ക്കണമെങ്കിൽ എല്ലാം തന്ന യജമാനനായ റബ്ബിന്റെ മിസ് കോൾ വരുമ്പോൾ ഒരു ചെറിയ പിടപ്പ് വേണ്ടേ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ആ പിടപ്പ് അവസാനിപ്പിക്കേണ്ടത് ദിക്ർ കൊണ്ടാണ്. അസ്റായിൽ വന്നിറങ്ങുമ്പോൾ ഒരു മനുഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ വെപ്രാളങ്ങളും സമാധാനത്തിലെത്തുന്നത് ബിദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ടാണ്, അള്ളാഹിൻ്റെ ദിക്ർ കൊണ്ടാണ്. ഇവിടെ വന്നിരിക്കുന്ന പലരുടെയും പ്രാർത്ഥന കേട്ട് ഞാനിപ്പോൾ ദുആ ചെയ്തു തുടങ്ങി, അള്ളാഹുവേ മരിക്കുന്ന സമയത്ത് സാധാരണ നമ്മളിപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ തൗഫീഖ് തരണേ അള്ളാഹ് ഞാൻ ചെയ്തുകൊണ്ടത്. പക്ഷെ അത് മാറ്റിയിട്ട് ഇപ്പോൾ അള്ളാഹുവേ 4 ആൾ കേൾക്കുന്ന രീതിയിൽ നല്ല ഉച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ തൗഫീഖ് തരണേ അള്ളാഹ് എന്നാ ഇപ്പോഴത്തെ പ്രാർത്ഥന. അങ്ങനെ തന്നെ പറയണമെന്നാ പറയാ. ഇപ്പോഴൊരു പവർ വരുള്ളൂ. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അങ്ങനെ ലാ ഇലാ, അപ്പം മക്കളിങ്ങനെ കമോൺ വാപ്പാ കമോൺ, അങ്ങനല്ല, അങ്ങോട്ട് കിടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അങ്ങനെ മരിക്കാനുള്ള മഹാഭാഗ്യം പടച്ചോനെ. ഉസ്താദുമാരെ, മഹാന്മാരെ, മശായിഖന്മാരെ, ഗുരുനാഥന്മാരെ, ഔലിയാക്കളെ, ആരിഫീങ്ങളെ ഒരു വാക്കുകൊണ്ട് പോലും പരിഹസിക്കാതെ പൊരുത്തപ്പെട്ട ഹൃദയവുമായി കഴിയുന്ന ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ, തൗഫീഖ് നൽകണേ റബ്ബേ, തൗഫീഖ് നൽകണേ റബ്ബേ. അങ്ങനെ പറഞ്ഞു മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. നമുക്കറിയാം, നമ്മളെല്ലാ മജ്ലിസിലും പോകുമ്പോൾ നമ്മൾ ദിക്ർ ചൊല്ലും, പള്ളിയിൽ ഹദ്ദാദ് ഓതും, വീട്ടിൽ ഹദ്ദാദ് ഓതും, മക്കളെ കൊണ്ട് ഓതും, ഒക്കെ ചെയ്യുമെങ്കിലും പെട്ടെന്നൊരു അസുഖം വരുമ്പോൾ നമുക്ക് വിഷമാവും. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ടുണ്ട്. ഇപ്പം അത് പറയാൻ പ്രയാസമാണ്. കാരണം നാണക്കേടാണ് തോന്നുക. ഇത്രയും വലിയൊരു മഹാൻ്റെ കാര്യങ്ങളും ചരിത്രമൊക്കെ പഠിച്ചിട്ട് ചെന്നിട്ട് എനിക്ക് സുബൈക്ക് എണീക്കുമ്പോൾ തുമ്മലാണ്, ഒന്ന് മാറ്റിത്തരുമെന്ന് പറഞ്ഞാൽ പ്രയാസമായിപ്പോയി. ഇപ്പോൾ ഒന്നും പറയലില്ല. അതപ്പോൾ ഇപ്പോൾ അങ്ങനെ കൊണ്ടു കിടക്കൽ തന്നെ. ആദ്യം പറയുമായിരുന്നു, ഒരു ഉണ്ണി വന്നാലും പറയും, ഒരു മുഴ വന്നാലും പറയും, ഒരു നീര് വന്നാലും പറയും. ഇപ്പോൾ വേദന വന്നിട്ട് പറയാൻ പേടിയല്ല, ലജ്ജ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് തോന്നിപ്പോവാണ്. അങ്ങനെ മാറട്ടെ. നമ്മൾ അള്ളാഹു തരുന്നത് അങ്ങനെ തരട്ടെ. ഒരു ഭാഗത്തൂടെ സഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നിടത്തോളം നമുക്കങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും ചോദിച്ചില്ലേ, എപ്പോ ഹിജ്റ പോകുന്ന സമയത്ത് എന്തൊരു യാത്രയായിരുന്നു അതൊക്കെ, അതിനെക്കുറിച്ചൊക്കെ വല്ലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
മഹാനായ ആലിക്കുട്ടി ഉസ്താദിൻ്റെ കൂടെ ഞാനൊരിക്കൽ ഉംറയ്ക്ക് പോയ സമയത്ത് ഈ ഗുഹയുടെ അകത്ത് ഉസ്താദ് കയറണമെന്ന് നിർബന്ധിച്ചു. ഞങ്ങളൊക്കെ കുറച്ച് ആൾക്കാരോട് സഹായിച്ചു. ഉസ്താദ് കയറി. 1 മണിക്കൂറിൽ കൂടുതൽ ദുആ ആയിരുന്നു അതിനകത്ത് കയറിയിട്ട്. കരഞ്ഞ് 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 കണ്ണീര് വറ്റി. ഇഷ്ക് മുഴുവനും പൊട്ടി ഒഴുകി ഉസ്താദിൻ്റെ നാവിൽ നിന്നും. എന്തൊരു ദുആ ആയിരുന്നു പ്രിയപ്പെട്ടവര്. അത്ഭുതം തോന്നിപ്പോയി. നമ്മളൊക്കെ ഇങ്ങനെ പോയി താഴെ നിന്ന് ഉംറയ്ക്ക് കൊണ്ടുപോയ ആൾ പറയും, അതാണ് റസൂലെന്ന കയറിയ മല കേട്ടാ, എല്ലാവരും കണ്ടില്ലേ, ഓക്കെ സെറ്റ് വരി. നേരെ തിരിച്ച് വണ്ടിക്കകത്ത് കയറ്റി ബാക്കി പൈസയും കൊടുത്ത് ചപ്പാത്തിയും കൊടുത്ത് കിടത്തി ഉറക്കും. കയറട്ടെ, അല്ല പിന്നെ എന്തിനാണ് അവിടെ പോവാ? വിയർക്കട്ടെ, തളരട്ടെ, മരിക്കണമെങ്കിൽ മരിക്കട്ടെ. എന്ത് എഗ്രിമെന്റിന്റെ പുറത്താ പോവാ? ഇതൊക്കെ കാണണ്ടേ, അറിയണ്ടേ? ചരിത്രം ഒരുപാട് സമയമിരുന്ന് കേട്ടും പഠിച്ച് മനസ്സിലാക്കണ്ടേ? ആ സമയത്ത് ആ ഒരു വല്ലാത്ത ഇന്നത്തെ പ്രകാശമൊന്നും അവിടെ ഇല്ല. ആകെ ഇരുളാണ്. പാറയും പർവ്വതവും മരവും മാത്രമുള്ള ഒരു വല്ലാതെ ഇരുൾ മൂടിയ പ്രദേശത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്ന് പതറിപ്പോയി. ഈമാൻ കുറഞ്ഞത് കൊണ്ടല്ല. കൂടെ നിൽക്കുന്നത് ആരാണ് എൻ്റെ കൂടെയുള്ളത്? റബ്ബേ, ഒരു സഹാബികളെയും നീ തിരഞ്ഞെടുത്തില്ല. എൻ്റെ മുത്തുമടിക്ക് എന്തെങ്കിലും ഒരു പോറൽ വന്നാൽ പിന്നെ അബൂബക്കർ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സൊന്നു വല്ലാതെ ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ മഅന. മറന്നുപോയോ അബൂബക്കറെ? നമ്മുടെ വഴിയും നമ്മുടെ പാഠവും നമ്മുടെ പഠനവും ഒക്കെ ഇതിനേക്കാൾ ഭയം വരും. പക്ഷേ അള്ളാഹു കൂടെയുണ്ട്, അള്ളാഹു കൂടെയുണ്ട്, വിഷമിക്കണ്ട. ഈ കൂടെ നിർത്തലാണ് ദിക്റുല്ലാഹി ദായിമ. ഇതാണ് ദിക്റുല്ലാഹി ദായിമ. അത് നമ്മൾ ഒരുപാട് ദിക്ർ ചൊല്ലി ഒരുപാട് മജ്‌ലിസിലൊക്കെ പോയി ഒരുപാട് ഈമാനുള്ള ആളാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് നമുക്ക് കാലിലൊരു വേദന വന്നപ്പോൾ നമ്മളാകെ ടെൻഷൻ അടിച്ച് തളർന്ന് തരിപ്പണമായി പോയാൽ നമ്മൾ ഇത്രയും നാൾ ചൊല്ലിയത് വട്ടപൂജ്യമാവൂലേ? പിടിച്ച് നിൽക്കണം. അവിടെ ഒരുപാട് പരീക്ഷണം വരും. അതിൻ്റെ മുകളിൽ അങ്ങനെ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധ്യമാകണം. എങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ, എങ്കിലേ നമുക്ക് തിളക്കമുണ്ടാകുള്ളൂ. ഇല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരാളായിട്ട് നാം അധപ്പതിക്കേണ്ടി വരും. അങ്ങനെ ആവരുത്, തിളങ്ങണം. അള്ളാഹു നിങ്ങളുടെ കൂട്ടുകാരനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ഇപ്പം മോളെ കല്യാണം നമ്മുടെ നാട്ടിലുണ്ട്. 11 മക്കളെ പ്രസവിച്ച ഒരുമ്മ, അവർ മരണപ്പെട്ടു പോയി, അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. നമ്മുടെ നാട്ടുകാർ മുഴുവനും പറഞ്ഞു, എങ്ങനെയാണ് മക്കളെ കെട്ടിക്കുക, പ്രസവിക്കാൻ വേണ്ടി നടക്കുന്നു, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞു. ഒരു മക്കളുടെ കല്യാണത്തിനും ഒരു പള്ളിയിലും ഒരു അപേക്ഷ അള്ളാൻ്റെ തൗഫീഖ് കൊണ്ട് അവർ കൊടുത്തില്ല. നിസാം മുസ്ലിയാരിക്കൊക്കെ അറിയാമോ അവരെ? എൻ്റെ മോളെ കല്യാണമാണ് സഹായിക്കണം, ഒരപേക്ഷയും കൊടുത്തില്ല. വളരെ റാഹത്തായിട്ട് എല്ലാ മക്കളുടെ കല്യാണം കഴിഞ്ഞു. ആളുകളൊക്കെ സഹായിച്ചില്ല എന്നും പറയണില്ല. പക്ഷെ അവരതിനു വേണ്ടി ഇറങ്ങി മോളെ കെട്ടിക്കാണ് തരണേ. ആ പരിപാടിക്ക് നിന്നില്ല. തവക്കുലുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക. അള്ളാഹുവിനെയാണ്. പെൺകുട്ടി പിറന്ന് കയ്യിലേക്ക് വീണു, നമ്മൾ അപ്പം തന്നെ അള്ളാഹെ ഏൽപ്പിക്കുകയാണ് തവക്കൽത്തു അലല്ല പടച്ചോനെ. അല്ലാതെ അപ്പോൾ തന്നെ നമ്മൾ ബാങ്ക് ബാലൻസ് നോക്കി അത് നോക്കി ഇത് നോക്കി പൈസയൊക്കെ റെഡിയാക്കി എന്നാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. അവിടെ തന്നെ നമ്മൾ അൽഹംദുലില്ലാ അള്ളാഹുവുമായി ബന്ധപ്പെട്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ വലിയ ബറക്കത്തും വലിയ റാഹത്തും ഉണ്ടാകും, വലിയ ഐശ്വര്യവും വലിയ അഭിവൃദ്ധി ഉണ്ടാവും. അവസാന സമയത്ത് നമ്മളൊക്കെ മക്കളോട് പറയില്ല, മക്കളെ പേടിക്കേണ്ട ഉപ്പാപ്പ ഉണ്ട്, മോനെ പേടിക്കേണ്ട കൊച്ചാപ്പ ഉണ്ട്, മോനെ പേടിക്കേണ്ട എളാപ്പ ഉണ്ട്. ഇവരൊക്കെ ചിലപ്പോൾ ഒരു വലിയ നായ കുരച്ചുകൊണ്ട് വന്നാൽ ഓടി അകത്ത് കയറും. സിറ്റ് ഔട്ടിൽ അള്ള പറയാൻ, വീട്ടുകാരോട് അള്ള പറയാൻ, ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാനുണ്ട് ഇവിടെ. ഈ കൂട്ടിനേക്കാൾ വലിയ കൂട്ട് നിങ്ങൾക്ക് വേണോ? എൻ്റെ ഈ ഓഡിറ്റോറിയത്തിനകത്ത് വന്നിരിക്കുന്നവരെ ഞാനുണ്ട്. അള്ള പറയാൻ ഞാനുണ്ട് എന്ന് അള്ള പറയുന്ന ഒരു കൂട്ടുകാരനേക്കാൾ വലിയ ഏതു കൂട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്? അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പർവ്വതത്തിൻ്റെ മുകളിൽ അങ്ങനെ കയറുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന കൂട്ടുകാരനിൽ അല്ല മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതീക്ഷ. പിന്നെയോ അള്ളാഹു എന്ന കൂട്ടുകാരനിലാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹു എന്ന കൂട്ടുകാരനിലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നല്ലാഹ മഅന, അള്ളാഹു ഉണ്ട് അബൂബക്കറെ എന്ന് ആ സമയത്ത് പെട്ടെന്ന് പറഞ്ഞത്. ആ കൂട്ടുകാരൻ്റെ കൂടെ മല കയറിയത് കൊണ്ടാണ്, ആ കൂട്ടുകാരൻ്റെ കൂടെ ഗുഹയിലിരുന്നത് കൊണ്ടാണ്, ആ കൂട്ടുകാരൻ്റെ കൂടെ സംവദിച്ചത് കൊണ്ടാണ്. എത്ര മക്കളുണ്ടെങ്കിലും, എത്ര രോഗമാണെങ്കിലും, എത്ര പ്രയാസമാണെങ്കിലും, എത്ര പ്രതിസന്ധിയാണെങ്കിലും, എന്തൊക്കെ സങ്കടങ്ങൾ അല്ലാഹു പർവ്വതം പോലെ മുമ്പിൽ ഉയർത്തി കാണിച്ചാലും ഞാനുണ്ട് എന്ന് അല്ലാഹു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ കൂട്ടിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പതറരുത്.
പിന്നെ നിങ്ങൾ ഭയപ്പെടരുത്. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം തവക്കൽതു അലല്ലാഹ്. അവിടെയാണ് ലൗ അന്നകും തതവക്കലൂന ഹഖ തവക്കുലിഹി. ആ തവക്കുലിന്റെ ഒരു മാനസിക ശാസ്ത്രം നമ്മൾ പഠിക്കണം. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭവതിയായി, പൂർണ്ണ ഗർഭവതിയായി, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കഴിയാതെ, ഒരു ഗതിയുമില്ലാതെ മരുഭൂമിയുടെ ഓരത്ത് ഈന്തപ്പനയുടെ ചാരത്ത് തളർന്നു കിടക്കുമ്പോ ഇത്രയും ചെയ്ത പടച്ചവന് ആ ഈന്തപ്പനയുടെ മുകളിൽ നിൽക്കുന്ന പഴം മറിയം ബീവിയുടെ വായ്ക്കകത്തേക്ക് എടുത്തു വെച്ചു കൊടുക്കാൻ അള്ളാഹ്ക്ക് ചെയ്യാം. അള്ളാഹ് കാരുണ്യവാനാണ്. പക്ഷെ അള്ളാഹ് പറഞ്ഞു, മറിയം ബീവിയോട് പറഞ്ഞു, നീ ആ ഈന്തപ്പന മരം ഒന്ന് പിടിച്ച് കുലുക്കാൻ പറഞ്ഞു. ഒരു കുലുക്കിലൊന്നും ഈത്തപ്പഴം വിടൂല. പക്ഷെ മറിയം ബീവിയോട് അത് നീ ചെയ്യണം. അതാണ് തവക്കുൽ. അതാണ് തവക്കുൽ. അത് പിടിച്ചു കുലുക്കണം. കുലുക്കുമ്പോ പഴം വീഴും. പഴം പച്ചയോ പഴുത്തതോ വീഴാൻ സമയമാകാത്തതോ അത് നിനക്ക് പ്രശ്നമല്ല, അത് അള്ളാഹ് തരും. പക്ഷെ കുലുക്കേണ്ട ജോലി ആ നിറഗർഭവതിയായിരിക്കുന്ന സമയത്തും അത് മറിയമിനുള്ളതാ. അപ്പൊ ചെയ്യേണ്ട ജോലി നമുക്കുള്ളതാ. തവക്കുലാക്കിയിട്ട് നാം അള്ളാഹ് അങ്ങ് ചെയ്തോളും എന്നല്ല, ചെയ്യണം. ഇഖ്ലാസുള്ള നിഷ്കളങ്കമായ നിയ്യത്ത് വന്നാൽ അവിടെ നമുക്ക് പരിപൂർണമായും രക്ഷപ്പെടാൻ കഴിയും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അതുകൊണ്ട് ഏത് കൂട്ടുകാരനെക്കാളും നീ പൊയ്ക്കോ, ഞാനിവിടെയുണ്ട്. നിന്റെ മക്കളെ കെട്ടിക്കാൻ ഞാനുണ്ട്. നിന്റെ രോഗം വന്നാ നോക്കാൻ ഞാനുണ്ട്. എന്നെ ഓർത്താൽ ഞാൻ അവന്റെ കൂടെയാണെന്ന് അള്ളാഹു മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ തഴവ ഉസ്താദ് എഴുതി വെച്ചു, നീ അവനെ ഓർത്താൽ സോദരാ ഹലവാത്തിൽ അവൻ നിന്നെയും ഓർക്കുന്നതാ ഫലവാത്തിൽ ദിക്റപ്പെടും വേണ്ടുന്നതാണേ റബ്ബിനെ. ഇല്ലാതെ വന്നാൽ നമ്മളെ പിന്നെന്തിന്? എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ ഓർക്കേണ്ട സമയത്ത് നമ്മൾ ഓർത്താൽ നമ്മളെ ഓർക്കേണ്ട സമയത്ത് അള്ളാഹ് ഓർക്കും. മക്കളോട്, മക്കളെ എൻ്റെ സിയാറത്തിന് വർഷാവർഷം പറഞ്ഞേടാ. അവര് വന്നില്ലെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. ഒരു കബർ ഇങ്ങനെ മഞ്ഞപ്പാറ പള്ളിയിൽ, പെരിങ്ങമല പള്ളിയിൽ ഒരു കബർ ആരും തിരിഞ്ഞു നോക്കിയില്ല. ആ മനുഷ്യൻ അള്ളാഹുവിനെ ഓർക്കേണ്ട പോലെ കൊണ്ടു നടന്നവനാണെങ്കിൽ ആരും അവനെ ഓർക്കണമെന്നില്ല. അള്ളാഹ് ഓർത്തോളും അവനെ അള്ളാഹു ഓർത്തോളും. സാധാരണ ഒരു ഖബറല്ലേ. നമ്മൾ സിയാറത്തിന് ചെയ്യുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അറിയപ്പെടാൻ ആഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ പെരിങ്ങമലയുള്ള എല്ലാ ആളുകൾക്കും അദ്ദേഹം ജീവിതകാലത്ത് കറാമത്ത് കാണിച്ചുകൊണ്ട് നടന്ന് ഞാൻ ഭയങ്കര ഔലിയാണ്, നിങ്ങളൊക്കെ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞ് ഇവിടെ ജംഗ്ഷനിൽ മൈക്കെട്ടി പ്രസംഗിക്കാനൊന്നും അദ്ദേഹം മുതിരൂല. അങ്ങനെ പ്രസംഗിച്ച് ഞങ്ങൾ ആരെങ്കിലും കൂടെ വരുമോ? അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ആയിരുന്നു. എന്ത് ഇപ്പോ ഒരാൾ അദ്ദേഹത്തെ ശരിയല്ല എന്ന് പറയുമ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചാൽ പറയുന്നത് എന്താ, അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം മൗലിയാവുന്നത്, അദ്ദേഹം എങ്ങനെയാണ് ഷെയ്ഖാവുന്നത്, അദ്ദേഹം എങ്ങനെയാണ് വലിയ ഒരു ഗുരുനാഥനാകുന്നത്, ജനങ്ങളുമായിട്ടൊന്നും ബന്ധമില്ല. ശരി, അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ടൊന്നും ബന്ധമില്ല. അദ്ദേഹം, ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ? നാട്ടിൽ ആരുടെയെങ്കിലും കല്യാണം മുടക്കിയിട്ടുണ്ടോ? എവിടെയെങ്കിലും മതിലിയാടിയുടെ പേരിൽ പള്ളി വിലക്കിയിട്ടുണ്ടോ? ആരുടെയെങ്കിലും വസ്തു തർക്കത്തിന് ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി കോടതി കയറ്റിയിട്ടുണ്ടോ? പെരിങ്ങമല ടൗണിൽ കിടന്ന് അടിയുണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഒരു സങ്കടം, നിങ്ങൾക്ക് സങ്കടം വരുന്ന ഒരു വർത്താനം പറഞ്ഞിട്ടുണ്ടോ? ആർക്കെങ്കിലും മനസ്സിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെന്താ ഇവിടെ വരാത്തെന്ന് ചോദിച്ചിട്ട് ശിഷ്യന്മാരായ ഗുണ്ടകളെ വിട്ട് തല്ലിപ്പിച്ചിട്ടുണ്ടോ? മുരീദന്മാർക്ക് ലോറി പിടിച്ചു കൊടുത്ത് അടിയുണ്ടാക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടോ? നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്, ഒരു സംഭവം ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടരുത്. ഞാൻ ഈ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയ ഭാഗത്ത് നിന്നാണ് കേട്ടോ, ഞാൻ മനസ്സിലാക്കിയ ഭാഗത്ത് നിന്നാണ് പറയുന്നത്. അതെനിക്ക് നിങ്ങളോട് പറയുമ്പോൾ അത് പറയാനുള്ള യോഗ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മൾ കുറേ ആളുകളെ കുറ്റം പറഞ്ഞത് കൊണ്ടോ, കുറേ ആളുകളെ കുറ്റം പറയുമ്പോൾ മറ്റുള്ളവർ കൈയടിക്കുന്നത് കൊണ്ടോ ഒന്നും നമുക്ക് ഒരു സുഖവും ദുനിയാവിലും ആഖിറത്തിലും കിട്ടാൻ പോണില്ല. നിങ്ങളാരും ഇവരെ കുറ്റം പറയരുതെന്ന് ഇവരാരും വന്ന് പറയാനൊന്നും പോണില്ല. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. സാധാരണ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ സ്റ്റേജൊക്കെ കിട്ടി മറുപടിയൊക്കെ പറഞ്ഞ് ഭയങ്കര വിപ്ലവം. ഇത് അതിനൊന്നും മെനക്കെടുന്ന പാവങ്ങളല്ല. അവരവരുടെ ചിലപ്പോൾ ബേക്കറി ആയിരിക്കും, ചിലപ്പോൾ മീൻ കച്ചവടം ആയിരിക്കും,
ചിലപ്പോൾ പ്ലംബിംഗ് ആയിരിക്കും, ചിലപ്പോൾ വയറിംഗ് ആയിരിക്കും, അവരെ കാര്യത്തിന് പോകും. പക്ഷെ അവരവരുടെ പോകുന്ന വഴിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കും. ഓരോ ആണ്ട് കഴിയുമ്പോഴും നിങ്ങൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് തോൽക്കുക എന്നതല്ലാതെ വേറൊരു മാർഗ്ഗം എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നില്ല. അങ്ങനെയാണ് തോന്നുക. ഈ പോക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നാം. വേറെ എന്തെങ്കിലും മാറ്റം സംഭവിക്കണമെന്ന് അറിയില്ല. അള്ളാഹു ഈ പോക്ക് കണ്ടിട്ട് എനിക്കിപ്പോൾ തൽക്കാലം അങ്ങനെ തോന്നുന്നത്. കൃത്യമായി നിസ്കരിക്കുക, ബാങ്ക് കേൾക്കുമ്പോൾ നിസ്കരിക്കണം. നിർബന്ധമായും തഹജ്ജുദിന് അലാറം വെച്ച് എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് അള്ളാഹുവിലേക്ക് കണ്ണടച്ച് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യണം. കിട്ടുന്ന ഭക്ഷണം ഹറാമാണോ ഹലാലാണോ എന്ന് പരിശോധിക്കണം. ഒരാളുടെയും മനസ്സിനെ വേദനിപ്പിക്കരുത്, നൊമ്പരപ്പെടുത്തരുത്, സങ്കടപ്പെടുത്തരുത്. അത്യാവശ്യം ഒരു 100 സ്വലാത്ത്, ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം. ഏറ്റവും ശ്രേഷ്ഠമായ 1-2 ദിക്ർ പറ്റുമെങ്കിലും 100 പ്രാവശ്യം ഒരു ദിവസം ചൊല്ലി തീർക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിക്കുമ്പോൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കണം. ഒരു കുടുംബ പ്രശ്നവും നിങ്ങൾ ഉണ്ടാക്കരുത്. അള്ളാഹുവിനെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. ഇതാണ് ഈ വഴി പറയണമെന്നാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയത്. വേറെ ഒന്നും ഇവിടെ ഇല്ല. പൈസ വാങ്ങിച്ചിട്ട് ഇവിടെ ഈ മഹാനായ അഷേഖ് സലാഹുദ്ദീൻ ഖാദിരി നവറല്ലാഹു മർഖദഹു അവരുടെ ശേഷം വരുന്ന ഒരു സംഘത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ആ മഹാനായ വ്യക്തിത്വം, അദ്ദേഹം കച്ചവടക്കാരൻ തന്നെയാണ്, ബേക്കറിക്കാരൻ തന്നെയാണ്, സാധാരണക്കാരൻ തന്നെയാണ്. ഒരു ക്വാളിറ്റി നിങ്ങൾ കൊടുക്കണ്ട. അദ്ദേഹത്തിനോട് പൈസ കൊടുത്താൽ പോലും വാങ്ങൂല പ്രിയപ്പെട്ടവർ. പിന്നെ ഈ ആണ്ടൊക്കെ നടക്കുമ്പോൾ ഒരുപാട് ചെലവുണ്ട്. ഇഷ്ടപ്പെടുന്ന ആളുകളോട് ഞാൻ പറയാം, അദ്ദേഹം വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കണം. അതിൻ്റെ സമയമാകുമ്പോഴൊക്കെ വാങ്ങിയില്ലേ നിങ്ങൾ നിർബന്ധിക്കാൻ പോകണ്ട. വാങ്ങുകയാണെങ്കിൽ പൊരുത്തത്തോടു കൂടി കൊടുക്കണം. പൊരുത്തത്തോടുകൂടി തന്ന വാങ്ങാണ്. കാരണം നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ, നമ്മൾ കഷ്ടപ്പെട്ട ഒരു 5000 രൂപ അതിൽ കൊടുത്തിട്ട് ഒരു കുറച്ച് ആൾക്കാർ അത്ര മുഖലിസ്യങ്ങൾ എന്ത് ടേസ്റ്റ് ആയിരുന്നു രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, നല്ല ടേസ്റ്റ് ഇല്ലായിരുന്നോ, നല്ല രസമില്ലായിരുന്നോ കഴിക്കാൻ, നല്ല എന്തൊരു പ്രത്യേകത ഇല്ലായിരുന്നോ, എന്തൊരു പ്രത്യേകത ഇല്ലായിരുന്നു. അല്ലാഹു തആല നാളെ സ്വർഗത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കുക, നിങ്ങളെ ഞാൻ ഓർക്കും. അതെന്തൊരു വാക്കാണ് പ്രിയപ്പെട്ടവരെ. ലോകത്ത് എല്ലാവരും വഞ്ചനയുടെയും ചതിയുടെയും ലോകത്താണ്. വേദനയോടെ പ്രസവിച്ച ഉമ്മ 18 വയസ്സുവരെ മോളെ പോറ്റി വളർത്തിയിട്ട് ആ മകൾ മാതാവിന്റെ നെഞ്ചത്ത് ചവിട്ടി 6 മാസം കൊണ്ട് പരിചയപ്പെട്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന നന്ദികേട് ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന മക്കളുടെ കാലമാണ്. അവിടെ അള്ളാഹ് പറയാൻ ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ നിങ്ങളെ ഞാൻ ഓർക്കും. ഓർത്താ മതി, ഒന്നും എനിക്ക് നിങ്ങൾ ചെയ്യണ്ട, പള്ളി വെക്കണ്ട, യതീമീങ്ങളെ കെട്ടിക്കണ്ട, എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. ഈ മകൾക്ക് വേണ്ടി, മകന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മാതാവിന്റെ നേരെ കാർക്കിച്ചു തുപ്പുന്ന കാലത്ത് എത്ര സമയം നമ്മൾ വെറുതെ കളഞ്ഞു. അല്ലാഹു പറയാൻ, എന്നെ നിങ്ങൾ ഓർക്കുക, നിങ്ങളെ ഞാൻ ഓർക്കും. അലി റളിയല്ലാഹു അൻഹു പറയാൻ, എല്ലാ അമലുകളും മീസാൻ എന്ന ത്രാസിൽ വെച്ച് അല്ലാഹുവിന് പരിശോധിക്കാം. പക്ഷേ ഒരു ഈമാനുള്ള അടിമ, അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രതിഫലം മീസാൻ എന്ന ത്രാസിൽ വെച്ചാൽ ആ ത്രാസ് പോലും പൊട്ടിത്തകർന്നു പോകുമെന്ന് മഹാനായ അലി മുർത്തള റളിയല്ലാഹു അൻഹു പറയാൻ. അതിന് താങ്ങാവുന്നതിനപ്പുറം മീസാൻ എന്ന ത്രാസിന്റെ വലിപ്പം എത്രയാ? ദുനിയാവും ആഖിറവും മീസാൻ എന്ന ത്രാസിനകത്ത് വെച്ചാൽ 1 രൂപയുടെ നാണയത്തുട്ടെടുത്ത് വെച്ച പോലെ അത്രേ ഉള്ളൂ. നിങ്ങൾ വിചാരിച്ച് ഒരു റമദാനിൽ നമ്മൾ അടിച്ച് പത്തഹാക്കി എല്ലാം കൂടെ എടുത്ത് വെക്കുമ്പോ അതങ്ങ് നിറയൊന്നില്ലേ? ഒരു നാണയത്തുട്ടിന്റെ വലിപ്പം മാത്രമേ ഉള്ളൂ ആ വലിയ മീസാൻ എന്ന ത്രാസിൽ. ദുനിയാവിനെ ആഖിറയും മൊത്തത്തിൽ എടുത്തു വെച്ചാൽ അത്രേ ഉള്ളൂ. ആ മീസാൻ എന്ന ത്രാസിന്റെ പോലും താങ്ങാവുന്നതിനപ്പുറമാണ് അല്ലാഹുവിന്റെ ഇഷ്ടം നേടിയ ഒരു അടിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു പ്രാവശ്യം പറയുന്നതുണ്ട്. അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, അറിവിന്റെ പട്ടണം ഞാനാണ്, അതിന്റെ കവാടം അലിയാണ് റളിയല്ലാഹു അൻഹു പറയാൻ. ഇങ്ങനെയാണ് സംഭവം. ഒറ്റ 1-2 ചെറിയ ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് നിർത്താം. ലൈസ അലാ അഹ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പറഞ്ഞ രീതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവർക്ക് വഹ്ശത്തും ഫീ ഖുബൂരിഹിം, അവരുടെ ഖബറിന്റെ അകത്ത് അവർക്ക് ഇരുട്ടും മൂകതയും ഏകതയും വരൾച്ചയും ഒന്നും ഉണ്ടാവില്ല. വലാ ഫീ നുശൂരിഹിം, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴുണ്ടാവൂല.
ഖബറിന്റെ അകത്ത് കിടക്കുമ്പോഴുണ്ടാവൂല, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴുണ്ടാവൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അത്ഭുതങ്ങൾ ആ വഴിയിലൂടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ മഹത്തായ ദിക്റിലൂടെ, ആ മഹത്തായ സംരക്ഷണ വലയത്തിലൂടെ, ആ മഹത്തായ പോരിശയുള്ള ആ പ്രകാശ ഗോപുരത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് നൽകുന്നതാണ്. കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുന്നു.